നാളെ ആരംഭിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിൻ്റെ അവസാനത്തെയും അഞ്ചാമത്തെയും മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. എന്നാൽ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല. അവസാനം കളിച്ച 9 ടെസ്റ്റിൽ 10 മാത്രമാണ് രോഹിത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി. ഓസീസിനെതിരായ പരമ്പര മാത്രം നോക്കിയാൽ 6 ശരാശരി. താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മെൽബണിൽ കളിച്ചത് രോഹിത്തിൻ്റെ അവസാന ടെസ്റ്റാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ഇന്ത്യക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ജൂണിലാണ് ഇംഗ്ലണ്ടുമായി ഒരു ടെസ്റ്റ് പരമ്പര ഉള്ളത്. അതിനാൽ തന്നെ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മാസം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയോടെ രോഹിത് ഏകദിനത്തിൽ നിന്നും വിരമിക്കൽ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അരങ്ങേറ്റത്തിൽ ഉൾപ്പെടെ തുടരെ 2 സെഞ്ചുറിയുമായിട്ടായിരുന്നു ഹിറ്റ്മാൻ്റെ ടെസ്റ്റ് പ്രവേശനം 2013 ആരംഭിച്ചത്. 67 ടെസ്റ്റുകളിൽ നിന്ന് 40 ശരാശരിയിൽ 12 സെഞ്ചുറിയും ഒരു ഡബിൾ സെഞ്ചുറിയും 18 അർദ്ധ സെഞ്ചുറിയും രോഹിത്തിനുണ്ട്. 4300 റൺസാണ് രോഹിത്തിൻ്റെ സമ്പാദ്യം. പലപ്പോഴും T20 വൺഡേ പ്രകടനങ്ങൾ രോഹിത്തിന് ടെസ്റ്റിൽ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതേസമയം രോഹിത്തിന് പുറമെ ഋഷഭ് പന്തിനെയും ഇന്ത്യ സിഡ്നി ടെസ്റ്റിൽ കളിപ്പിക്കില്ല എന്ന വാർത്തകളുണ്ട്. രോഹിത്തിൻ്റെ സ്വയം പിന്മാറ്റമാണെങ്കിലും ഗംഭീർ, അഗാർക്കർ എന്നിവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാകാനാണ് ഇതിന് സാധ്യത. ഋഷഭ് പന്തിനെയും ഇന്ത്യ പുറത്തിരുത്താൻ സാധ്യത കൂടുതലാണ്. ഇതുവരെ പരമ്പരയിൽ ഒരു 50 പോലും നേടാൻ പന്തിനായിട്ടില്ല. ഉത്തരവാദിത്തമില്ലാത്ത എന്തിനോ വേണ്ടി വിക്കറ്റ് വലിച്ചെറിയുന്നത് പതിവാക്കിയതാണ് നടപടിക്ക് കാരണം. പേസർ ആകാശ് ദീപും പരിക്ക് കാരണം പുറത്താകുമ്പോൾ ശുഭ്മാൻ ഗിൽ, ധ്രുവ് ജുറൽ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ ടീമിൽ എത്തിയേക്കും. ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ ഇന്ത്യക്ക് വിജയം ആവശ്യമാണ്. എന്നാൽ ഓസ്ട്രേലിയക്ക് സമനില നേടിയാലും കിരീടം തിരിച്ചുപിടിക്കാം. എന്നാൽ സിഡ്നിയിൽ ഇന്ത്യ കളിച്ചിട്ടുള്ള 11 മത്സരങ്ങളിൽ 1 മാത്രമാണ് വിജയിക്കാനായിട്ടുള്ളതെന്നാണ് റെക്കോർഡ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സാധ്യതകൾ ഏകദേശം അവസാനിച്ച സ്ഥിതിക്ക് പുതുവർഷത്തിൽ വിജയത്തോടെ തുടങ്ങാനാകും ഇന്ത്യ ശ്രമിക്കുക. തനിക്ക് മതിയായി എന്ന് കോച്ച് ഗംഭീർ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു. പൊതുവെ കണിശക്കാരനായ ഗംഭീർ താരങ്ങൾക്ക് ഇതുവരെ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായി മത്സരങ്ങൾ തോൽക്കുന്നതും രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ചിന്തയില്ലാതെ വിക്കറ്റ് വലിച്ചെറിയുന്നതുമാണ് ഗംഭീറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ ടീമിൽ ഒരു മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ഫോമിലല്ലാത്ത മിച്ചൽ മാർഷിന് പകരം വ്യൂ വെബ്സ്റ്റർ കളിക്കും. താരത്തിൻ്റെ അരങ്ങേറ്റമാണ്. വലങ്കയൻ ബാറ്ററും മീഡിയം പേസും ഓഫ് സ്പിന്നും എറിയാൻ കഴിവുള്ള താരമാണ് വ്യൂ വെബ്സ്റ്റർ. ഇന്ത്യക്കെതിരായ പരിശീലന മത്സരത്തിൽ വെബ്സ്റ്ററും കോൺസ്റ്റാസുമായിരുന്നു ഓസ്ട്രേലിയ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. നാളെ സിഡ്നിയിൽ നടക്കുന്ന മത്സരം ജെയിൻ മഗ്രാത്ത് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ ഗ്ലെൻ മഗ്ര ഫൗണ്ടേഷനുമായി ചേർന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഇത് സംഘടിപ്പിക്കുന്നത്. നാളത്തെ മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുക ജസ്പ്രീത് ബുംറയായിരിക്കും.